അഞ്ചാമത്തെ വയസ്സിൽ മരിച്ചു പോയപ്പോൾ ഇവന്റെ പാരന്റ്സിന്റെ ഏറ്റവും വലിയ സങ്കടം അവന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷെ അവർക്കറിയാത്തൊരു സീക്രട്ട് ഉണ്ടായിരുന്നു. എപ്പോഴും അവൻ വീട്ടിലിരുന്ന് ഗെയിം കളിക്കുമായിരുന്നു. ഗെയിം കളിക്കുന്നതൊക്കെ ഒരു ടൈം വേസ്റ്റ് ആണെന്നും റിയൽ ആളുകളെ മീറ്റ് ചെയ്യുമെന്നും എപ്പോഴും അവനോട് പറയും. അങ്ങനെ അവന്റെ മരണശേഷം അവസാനമായി അവന്റെ മാക്കിലെ ഓൺലൈൻ ഗെയിം ചെക്ക് ചെയ്തു. ആരും അവനെക്കുറിച്ച് കെയർ ചെയ്യുമെന്ന് പോലും അവന്റെ അച്ഛൻ വിചാരിച്ചിരുന്നില്ല. അപ്പോഴാണ് കണ്ടത് നൂറുകണക്കിന് ആളുകൾ അവന്റെ മരണം അറിഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവർക്ക് മനസ്സിലായി വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ് എന്ന ഗെയിമിലെ ഒരു ഡീപ്ലി ലവ്ഡ് മെമ്പർ ആയിരുന്നു അവനെന്ന്. ഒരുപാട് ക്ലോസ് ഫ്രണ്ട്സും അതേപോലെ ഒരു ഗേൾ ഫ്രണ്ടും അവൻ ഈ ഒരു ഗെയിമിലുണ്ടായിരുന്നു. എല്ലാവരും വളരെ സങ്കടത്തിലായിരുന്നു. ഒരു പാരഗ്രാഫ്റ്റ് ലെങ്ത്തുള്ള മെസ്സേജസ് ഒക്കെയാണ് ഓരോ ആൾക്കാരും അവൻ അയച്ചിരുന്നത്. അവൻ എത്ര നല്ല വ്യക്തിയായിരുന്നു എന്നും നിങ്ങൾ അവനെക്കുറിച്ച് അഭിമാനപ്പെടണമെന്നും ആ ഒരു മെസ്സേജസിലുണ്ടായിരുന്നു. ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ള അവന്റെ ഗിൽഡ് മെമ്പേഴ്സ് അവന്റെ ഫ്യൂണറൽ കാണാൻ വന്നിരുന്നു. അവന്റെ ഗെയിമിലെ ഒരു ഫ്രണ്ടായ 65 വയസ്സുള്ള ഒരു സൈക്കോളജിസ്റ്റ് വരെ വന്നിരുന്നു. പിന്നീട് ഗെയിമിൽ അവൻ കൊടുത്ത ഒരു കോട്ട് കണ്ടു: ഗെയിമിന്റെ ഉള്ളിൽ എനിക്ക് നോർമലായിട്ട് തോന്നുന്നു, എന്റെ രോഗമൊന്നും എനിക്ക് ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല.